ധാരാളം സ്റ്റാർട്ടപ്പുകൾ മാർക്കറ്റിൽ വരുന്നു. എസ്പെഷ്യലി ഇന്നത്തെ പുതിയ ജനറേഷൻ നല്ല നല്ല ആശയങ്ങളുമായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നു. പക്ഷെ അവർക്ക് അവരുടെ സ്റ്റാർട്ടപ്പിനെ വലിയൊരു സക്സസ്സിലേക്ക് പലപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്നു. ക്ലോസ് ചെയ്തു പോകുന്ന ബിസിനസ്സുകളിലെ 5% ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രമാണ് മാർക്കറ്റിംഗ് പ്രോബ്ലം, കോമ്പറ്റീഷൻ പ്രോബ്ലം, പ്രൈസിങ് ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ്, ടെക്നോളജി ഇഷ്യൂസ് അഥവാ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള റീസൺ കൊണ്ട് ക്ലോസ് ചെയ്തു പോകുന്ന ബിസിനസ്സുകളുടെ എണ്ണം വെറും 5% മാത്രമേ ഉള്ളൂ. പഠനം പറയുന്നത് 95% ബിസിനസ് സ്ഥാപനങ്ങളും എസ്പെഷ്യലി സ്റ്റാർട്ടപ്പുകളൊക്കെ ഫെയിൽ ആവാനുള്ള കാരണം അവരുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ ഇഫക്റ്റീവായ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അത്തരത്തിലുള്ള ബിസിനസ്സുകളിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറയാം. 1, നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വളരെ ഇഫക്റ്റീവായിട്ട് നടത്താൻ നിങ്ങൾക്ക് പറ്റണം. 2, നിങ്ങളുടെ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് വളരെ ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം. 3, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഫണ്ട് ഫ്ലോ മാനേജ്മെൻറ്റ് എപ്പോഴും വളരെ ഇഫക്റ്റീവായിരിക്കും. 4, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രോപ്പർ എക്സ്പെൻസ് ആൻഡ് ഡ്യൂ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. 5, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സിസ്റ്റം ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സിസ്റ്റം തന്നെയായിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് ക്ലോസ് ചെയ്തു പോയ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഗണത്തിലേക്ക് നിങ്ങൾക്ക് പെടാതെ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്.